നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്തിനാ അവള് വിളിച്ച ഉടനെ ഓടി അവളുടെ അടുത്തേക്ക് ചെന്നത്? അതുകൊണ്ടല്ലേ അവള് ബുദ്ധിപൂർവ്വം നിന്നെ കൊണ്ട് PA പണിയെടുപ്പിച്ചത്? അവൾ എന്തിനാ എന്നെ വിളിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു. അത് നീ ചിന്തിക്കണമായിരുന്നു. അവള് കുശാഗ്ര ബുദ്ധി ഉള്ളവളാണെന്ന് നീ മനസ്സിലാക്കണമായിരുന്നു. എല്ലാവരുടെ മുന്നിലും ഞാൻ നാണം കെട്ടില്ലേ? ജാസ്മിന്, പാർവതിയുടെ PA പണി അതത്ര മോശം പണിയൊന്നും അല്ല. വെറുതെ ആ വീട്ടില് ചുറ്റിത്തിരിഞ്ഞ് ഏഷണിയും പരദൂഷണവും ഒക്കെ ഉണ്ടാക്കുന്ന നേരത്തെ ഇവിടെ വന്ന് പാർവതിയുടെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്ത നിനക്കിത്തിരി വിവരവും കിട്ടും, മോശമില്ലാത്തൊരു തുക ശമ്പളവും കിട്ടും. നിന്നെ ഞാനുണ്ടല്ലോ. ജാസ്മിൻ വേണ്ട, ഇവളുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. എല്ലില്ലാത്ത നാവുകൊണ്ട് ഇവള് വല്ലതും പറഞ്ഞു എന്നിരിക്കും. നീ അതൊന്നും കാര്യമാക്കണ്ട മോളെ. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. ജാസ്മിൻ, ഇതൊരു ഓഫീസാ. ഇവിടെ വെച്ച് കയ്യാങ്കളി നടത്തിയ അത് മോശം. ഹാ, അങ്ങനെ ഉപദേശിച്ചു കൊടുക്ക്. പിന്നെ ഞാൻ പറഞ്ഞത് അത് വെറുതെ ഒന്നും പറഞ്ഞതല്ല കേട്ടോ. നിനക്ക് സീരിയസ് ആയിട്ട് ആലോചിക്കാവുന്നൊരു വിഷയം. ഗാർഗി, നീ നിർത്തുന്നുണ്ടോ? ദേ, നീ വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ. എരുതിയിൽ എണ്ണ ഒഴിക്കുക, പുര കത്തുമ്പം വാഴ വെട്ടുക, അതൊക്കെ നല്ല കലാപരിപാടികളല്ലേ? എടി, നീ നിന്റെ പാർവതിയൊന്നും അധികം നെകളിക്കല്ലേ. നിന്റെയൊക്കെ ഈ സന്തോഷത്തിനെ അധികം ആയുസൊന്നുമില്ല. വിശാലിന്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ അവളിപ്പോ ആ കസേരയിൽ കയറിയിരുന്ന് ഭരിക്കുന്നത്. ആ ഭാര്യാസ്ഥാനം ഇല്ലെങ്കിലേ അവൾക്കിവിടെ ഒരു കച്ചിത്തുരുമ്പിന്റെ വില പോലും ഉണ്ടാവില്ല. ഗാർഗി, നീ മനസ്സിൽ കുറിച്ചു വെച്ചോ, അവൾ അധിക നാള് വിശാലിന്റെ ഭാര്യയായിട്ട് വാഴില്ല. അവൻ തന്നെ അവന്റെ ജീവിതത്തിൽ നിന്നും അവളെ അടിച്ചു പുറത്താക്കും. എന്നിട്ട് വിശാൽ എന്നെ വിവാഹം കഴിക്കും. എന്നിട്ട് ഇപ്പൊ പാർവതി ഇരിക്കുന്ന ചെയറിലെ ഞാൻ കേറിയിരുന്ന് ഈ ഓഫീസ് ഭരിക്കും. അയ്യോ കഷ്ടം, മലർപ്പൊടിക്കാരന്റെ സ്വപ്നം. ജാസ്മിനെ, വിശാൽ ബ്രോ നിന്നെ വിവാഹം കഴിക്കുമെന്നാണോ നീ കരുതിയിരിക്കുന്നത്? എന്റെ പൊന്നു മോളെ, അതിനുള്ള വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഗാർഗി, നീ നിർത്ത്. മതി കളിയാക്കിയത്. ജാസ്മിനെ വിശാൽ വിവാഹം കഴിക്കില്ല എന്ന് നീ പറഞ്ഞാ മതിയോ? അവൻ ഇവളെ വിവാഹം കഴിക്കും, കഴിച്ചിരിക്കും. ജാസ്മിനും വിശാലും തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തിക്കൊടുക്കും. നടക്കും നടക്കും. അന്നേ വെളുത്ത കാക്ക മലർന്നു പറക്കും. നിങ്ങൾ ഇവിടെ ഇങ്ങനെ നടക്കാത്ത കാര്യവും മനോരാജ്യം കണ്ടിരുന്നോ? ഞാൻ പോവാ. ആന്റി, എന്റെ വിശാലിന്റെ വിവാഹം നടക്കില്ല ആന്റി. നിങ്ങളുടെ വിവാഹം നടക്കുമെന്ന് നിങ്ങൾക്ക് വാക്ക് തന്നിരിക്കുന്നതേ ഈ പ്രഭാവതിയാ. നീ സമാധാനായിട്ടിരിക്കും മോളെ, നിങ്ങളുടെ വിവാഹം നടന്നിരിക്കും. എടി പാർവതി, ജാസ്മിനെ അപമാനിച്ചതിന്റെ ശിക്ഷ നീ അനുഭവിക്കും, അനുഭവിപ്പിച്ചിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.